നമസ്കാരം. ധനുഷ് പി എസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ ആവർത്തന ചോദ്യങ്ങളാണ്. സയൻസ് ഭാഗത്തു നിന്നുള്ള ആവർത്തന ചോദ്യങ്ങൾ മാത്രം അടങ്ങിയ കണ്ടൻറ്റാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയും കേരള പി എസ് സിയുടെ മറ്റ് എക്സാമിനുകൾക്ക് വേണ്ടിയും സയൻസിൻ്റെ ഭാഗത്തും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നോക്കാം. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ്? ഒന്ന് നിശാന്തത, സെറോഫ്താൽമിയ, ഗ്ലോക്കോമ എന്നിവയുണ്ട്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒന്ന് മാത്രമാണ് ശരി. അതായത് നിശാന്തത എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. നിശാന്തത മീൻസ് അതായത് മങ്ങി വെളിച്ചത്തിൽ കണ്ണു കാണാത്ത അവസ്ഥയാണെന്ത് നിശാന്തത എന്ന് പറയുക. റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നില്ല. ഓക്കെ. സെറോഫ്താൽമിയ നമുക്കറിയാം എന്താണ് ഇവിടെ. ഇതാണ് ശരി. ഇങ്ങനെയല്ലേ, അതാണ് ശരി. അതായത് വൈറ്റമിൻ എ തുടർച്ച അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയും വരണ്ട് കോർണി അതാര്യമായി തീരുന്നു. അതാണ് സെറോഫ്താൽമിയ അല്ലേ. ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ അവിടെ മർദ്ദ വ്യത്യാസമാണ് അല്ലേ. മർദ്ദത്തിൻ്റെ വ്യത്യാസമാണ് ഗ്ലോക്കോമ ഉണ്ടാകുക എന്ന അസുഖം. പിന്നെ ശതതയാണ് ഇവിടുത്തെ ശരി. ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്ന് മാത്രം കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളൂ, ചേരുംപടി. ഓക്കെ. നെക്സ്റ്റ് വൺ. മനുഷ്യരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഏത്? മനുഷ്യരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ആൻസർ ഇവിടെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് HB അല്ലേ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് HB 12 ആയിരിക്കണം മിനിമം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണുക? മനുഷ്യരീരത്തിൽ ഇത് പറയുന്നത് രക്തത്തിലല്ലേ. അതായത് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റും ഉണ്ട്. രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും. ഇത് മൂന്നും ഉണ്ട്. അതിൽ RBC കാണുന്നതാണെന്ത് ഹീമോഗ്ലോബിൻ അല്ലേ. RBCയിൽ വർണ്ണവസ്തുവാണെന്ത് ഹീമോഗ്ലോബിൻ. ബ്ലഡിന് ആ കളർ കൊടുക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എപ്പോഴും ആരുമായിട്ടേ കാണുകയുള്ളൂ? ഇരുമ്പുമായിട്ടേ കാണുകയുള്ളൂ. ഹീമോഗ്ലോബിനിൽ ഹീം എന്നൊരു പാർട്ടും ഗ്ലോബിൻ എന്നൊരു പാർട്ടും ഉണ്ടല്ലേ. അതിൽ വരുന്നതാണെന്ത് ഇരുമ്പെന്ന ലോഹം കാണപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് 2024 പ്രമേയം. ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫീസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരി. അതായത് എംഫീസിമയും ഫാറ്റി ലിവറുമാണെന്ത് ജീവിതശൈലി രോഗം. എംഫീസിമയും ഫാറ്റി ലിവറുമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി ഇത് പോട്ടെ. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയ എന്താണ്? ജനിതക അല്ലേ രോഗമാണ്. ജനിതക രോഗം അതായത് ജീൻസിൻ്റെ അഡീഷനോ ഡിലീഷനോ അല്ലെങ്കിൽ ജീൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ എന്ന് പറയാം അതിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ജീൻസിൻ്റെ സ്ഥാനമാറ്റം കൊണ്ട് സംഭവിക്കുന്ന അസുഖമാണെന്ത് ഹീമോഫീലി, സിക്കിൾ സെൽ അനീമിയ അല്ലേ. ഹീമോഫീലി എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണെന്ത് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ അല്ലേ. അവിടെ റോയൽ ഫാമിലീസിൽപ്പെട്ട രാജകുടുംബങ്ങളിൽപ്പെട്ട ഫാമിലീസിൽപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരിക. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ സിക്കിൾ ഷേപ്ഡ് ആണ് വരുന്നത്. സിക്കിൾ ഷേപ്ഡ് വരുന്നതാണ് അല്ലേ. അതായത് WBC അല്ല, RBC ചുവന്ന രക്താണുക്കൾ അല്ലേ. അത് എന്തായിട്ട് കാണപ്പെടും? സിക്കിൾ സെൽഡായിട്ട് കാണപ്പെടുന്നുണ്ട്. അതാണെന്ത് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫീസിമയും ഫാറ്റി ലിവർ. മറ്റു രണ്ടും എന്താണ്? ജനിതക രോഗങ്ങളാണ്. ഓക്കെ. അടുത്തത്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ആൻസർ BS അതായത് 5-6 എന്നാണ്. BS6 ആണ്. BS6. ഓക്കെ. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി എന്താകുന്നു? താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുവാണ് ചെയ്യുന്നത്. താപനില വിസ്കോസിറ്റി ഇങ്ങനെ കട്ടിക്കിരിക്കാന്ന് ഓർത്താൽ മതി. താപം കൂടുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തണുപ്പ് കാലത്ത് കട്ടിക്കിരിക്കില്ലേ, ചൂടും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ ഉരുകി മാറും. സോ അത് ഓർത്താൽ മതി. നമുക്ക് എന്ത് കിട്ടാം? താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞിട്ട് ദ്രാവകമായി മാറും. ഓക്കെ. നെക്സ്റ്റ് വൺ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ആൻസർ W=P/T ആണ്. നെക്സ്റ്റ് വൺ, ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യം ആണ്? ഏത് രാജ്യം ആണ്? ആൻസർ അമേരിക്ക ആണ്. നെക്സ്റ്റ്, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? ആൻസർ എന്താ വരിക? നമുക്ക് ഓപ്ഷൻ സി ആണ്. രണ്ടും ഒരുമിച്ചാണ് എത്തുക. ഓക്കെ, സിമ്പിൾ ലോജിക് ക്വസ്റ്റ്യൻസ് ഇല്ല, രണ്ടും ഒരുമിച്ചാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? ഋതു കരുതാൾ. നെക്സ്റ്റ്, ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായി ഉപയോഗിക്കുക? ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക? ആൻസർ വരുന്നത് നമുക്ക് എന്താണ്? അലൂമിനിയം. ആനോഡൈസിങ് ആർക്ക് വേണ്ടിയാണ്? അലൂമിനിയം ലോഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആനോഡൈസിങ് അലൂമിനിയം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്റ്റേറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ആൻസർ pH 5.5 ചെറുതായിരിക്കുമ്പോൾ. pH 5.5 ചെറുതായിരിക്കുമ്പോഴാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്റ്റേറ്റ്. ഈ സാധനം ഇതെന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തേക്കുന്ന ചെറിയ സാധനമായിരിക്കും ഇത്. അല്ലേ, ഈ ഭാഗം തുറന്നിരിക്കുന്ന ഭാഗം വലുതാണ്. അപ്പോൾ 5.5 ചെറിയ pH ഉള്ളപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. നെക്സ്റ്റ്, ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ സി തെറ്റായ പ്രസ്താവന. ഓക്കെ, ബാക്കി നമുക്ക് എക്സാം അടുത്തുകൊണ്ട് പുതിയ പ്രസ്താവന, ശരി പ്രസ്താവനകൾ വായിക്കാം. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. അതായത് ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. പിന്നെ മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഒന്നുകൂടി വായിക്കാം. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഇതിന് മൂന്നും എന്താണ്? ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ സ്വഭാവമാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം? അതൊക്കെയാണ് O2ഉം O3യുമാണ്. O2, O3 ആൻഡ് O4 ആണ് ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ. O2, O3 ആൻഡ് O4. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രാവകാവസ്ഥയിൽ ഉള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോമിനാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ചോദിച്ചാൽ ബ്രോമിനാണ്. നെക്സ്റ്റ്, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചിത്രം ഏതാണ്? ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ആൾ അല്ലേ, അത് കൊടിയേറ്റം. നെക്സ്റ്റ്, ഭാരത പര്യടന ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം എന്ന് പറയുന്നത് സാഹിത്യ വിമർശനമാണ്. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം ഏത് നദിയുടെ തീരത്താണ്? മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് അറിയാം എല്ലാവർക്കും, പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവും ബന്ധപ്പെട്ടതാണ്? ഗ്രാൻഡ് സ്ലാം എന്ന് പറയുമ്പോൾ അത് ടെന്നീസാണ്. 23 സരസ്വതി സമ്മാൻ അല്ലെങ്കിൽ ലഭിച്ചത് ആർക്കാണ്? സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ആൻസർ നമുക്ക് വരുന്നതാണ് പ്രഭാവർമ്മയ്ക്കാണ് അല്ലേ. ഇനി ഒന്നുകൂടി, 24 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമപ്പുലിയാണ്. അതൊക്കെ റിപ്പീറ്റ് വേണമെങ്കിൽ വരാം അല്ലേ. ഒന്നുകൂടി, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് എഴുതാൻ പറ്റും. അത് കുമാരനാശാൻ്റെ വരികളാണ് അല്ലേ, മറ്റാരുടെയാണത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രേസിംഗ് പക്ഷിശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ എന്താണ്? നമുക്ക് പ്രാഥമിക ഉപഭോക്താക്കളാണ്. രണ്ടാം പോഷണതലത്തിൽ ഒരു ഗ്രേസിംഗ് പക്ഷിശൃംഖല എന്ന് പറയുമ്പോൾ ആദ്യം വരിക പക്ഷിശൃംഖല സാധാ പറഞ്ഞവർക്ക് എഴുതാൻ പറ്റും. ഉൽപ്പാദകർ അല്ലേ, ഉപഭോക്താക്കളും വിഘാടകരാണ് വരിക. 3 എണ്ണം അടങ്ങിയതാണ് ശൃംഖലയിൽ വരുന്നത്. ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരാം? ഹരിസസ്യങ്ങൾ വരാം അല്ലേ. അതിനെ കഴിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരാണെന്ത് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞ് ഈ ഹരിസസ്യങ്ങൾ അടക്കം വരുന്നവർ വിഘടിപ്പിക്കുന്നവരാണെന്ത് വിഘാടകർ എന്ന് പറഞ്ഞ പക്ഷിശൃംഖലയിൽ വരിക. 3 എണ്ണം മെയിൻലി അതാണ്. ഇനി ഇവിടെ
ഒരു ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആൻസർ എന്താണ്? പ്രാഥമിക ഉപഭോക്തൃ. അതായത് ഹരിതസസ്യങ്ങളെ നേരിട്ട് കഴിക്കുന്നവ ആരൊക്കെയാണ്? ഈ പുൽച്ചാടികൾ അതുപോലുള്ള അല്ലേ സസ്യങ്ങൾ കഴിക്കുന്ന അവരാണ് ആദ്യം ആര് വരിക? പ്രാഥമിക ഉപഭോക്താക്കൾ വരിക അല്ലേ. അതായത് ഈ സസ്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഉൽപ്പാദകരെ കഴിക്കുന്ന എല്ലാവരും എന്ത് ഉപഭോക്താക്കളാണ്. അപ്പം പ്രാഥമികമുണ്ട്, ദ്വിതീയമുണ്ട്, ടെർഷറി മൂന്നാമത്തതും ഉണ്ട് അല്ലേ. അപ്പോൾ പ്രാഥമികം എന്ന് പറയുന്നത് ആദ്യത്തേത് സസ്യങ്ങളെ നേരിട്ട് കഴിക്കുന്നവ. പുൽച്ചാടി കഴിക്കും അല്ലേ, അത് പ്രാഥമികമാണ്. പുൽച്ചാടി കഴിക്കുന്ന തവള എന്ന് പറയുമ്പോൾ അതെന്താണ്? സെക്കൻഡറി, ദ്വിതീയ ഉപഭോക്താക്കൾ വരിക. അതാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാം പോഷണ തലത്തിൽ വരുന്ന ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക ഉപഭോക്താക്കൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണെന്ത്? ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരം മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ബന്ധമാണ് ഏത്? ആൻസർ എന്താണ്? നമുക്ക് കമൻസാലിസം. രണ്ടുപേർ തമ്മിൽ കൂടി ജീവിക്കുമ്പോഴത്തേക്കിന് ഒന്നിന് ഗുണകരമുണ്ട് മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതാണെന്ത്? കമൻസാലിസം എന്ന് പറയും. രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന പക്ഷേങ്കിൽ ഒരാൾക്കേ ഉള്ളൂ ഗുണം. ഇനി പരാതി എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ആഹാരമെല്ലാം വലിച്ചെടുത്താണ് ജീവിക്കുക. അതാണ് പരാതം എന്ന് പറഞ്ഞാൽ. ലെപ്പേനൊക്കെ ഉദാഹരണം. ഒരാൾ മറ്റൊന്നിൽ ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്നവരിൽ നിന്ന് എന്തെടുക്കുന്നു? പോഷണങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതാണെന്ന് പരാതജീവികൾ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തത്? ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്ത ജീവികൾ ഏതൊക്കെയാണ്? ആൻസർ അതാണ് ഉൾപ്പെടാത്ത ജീവികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ജീൻ ബാങ്കുകളാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഏതൊക്കെ വരാമെന്നുണ്ട്? കമ്മ്യൂണിറ്റി റിസർവുകളുണ്ട്, വന്യജീവി സങ്കേതങ്ങളുണ്ട്, നാഷണൽ പാർക്കുണ്ട്. ഇത് മൂന്നും എന്താണ്? ജീവികളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് അല്ലേ. നാച്ചുറലി ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറലിസം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നമ്മൾ വെച്ചിട്ട് ഇല്ല ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ജീവികളെ അല്ലെങ്കിൽ സസ്യങ്ങളെ നമ്മളവിടെ സംരക്ഷിക്കുക ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവുകളും വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ. നമ്മൾ ഇതിന് സാധനം ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഇൻസിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവുകളും വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്ക് നമ്മൾ മാൻ മെയ്ഡാണത്. കമ്മ്യൂണിറ്റി റിസർവുകളും വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻസ് ആണ് അല്ലേ. ജീൻ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള വിത്തിനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക അല്ലേ. ജീൻസിനെ എന്ന് വെച്ചാൽ വിത്തിനങ്ങളായ സസ്യങ്ങൾ വിത്തിനങ്ങളാണെങ്കിലും അല്ലേ എന്താ പറയുക ജന്തുക്കളാകുമ്പോൾ അവിടെ ജീൻ ബാങ്കുകൾ, അതായത് ജീൻസ് സ്പേം സഹിതമുള്ള ജീൻ ബാങ്കുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സഹിതം വിത്തിനങ്ങളുമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് ജീൻ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ ഏതൊക്കെയായിരുന്നു? കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ എന്നിവയാണ്. നെക്സ്റ്റ് വൺ. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേര് എന്താണ്? ആൻസർ എന്താണ്? ഹെപ്പാരിനാണ് ഹീമോഡയാലിസിസ് രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഹെപ്പാരിനാണ് അല്ലേ. ഹെപ്പാരിൻ. ഇവിടെ ഫൈബ്രിനോജനും ആൽബുമിനും ഒക്കെ എന്താണ്? ബ്ലഡ് പ്രോട്ടീൻസ് ആണ് അല്ലേ. ഫൈബ്രിനോജനും ആൽബുമിനും ഒക്കെ പ്രോട്ടീൻസ്. ഫൈബ്രിനോജൻ്റെ ഫംഗ്ഷൻ ശരിക്കും നമ്മളിവിടെ കാണുന്നത് രക്തം കട്ട പിടിക്കുമ്പോൾ ആവശ്യമുള്ളൊരു പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ അല്ലേ. ഫൈബ്രിൻ ത്രെഡ്സ് ഉണ്ടാവാൻ ലാസ്റ്റ് പാർട്ട് വരുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ആ മുറിവിൻ്റെ ഭാഗത്തുള്ള ഇല്ലേ ഇതിലൂടെ വരുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ അരിപ്പ പോലെ വരുന്നുണ്ടല്ലോ. അവിടെ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് കിടക്കുന്നു. ഈ സമയത്ത് ആര് വേണം? ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീൻ ഉണ്ടെങ്കിലേ സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഫൈബ്രിനോജൻ എന്തിനാണ്? ബ്ലഡ് കട്ട പിടിക്കാൻ അല്ലേ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതാണ് എന്ത്? ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീൻ. നമ്മളെടുത്ത ഉത്തരം ഹെപ്പാരിനാണ്. ഹീമോഡയാലിസിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്താണ്? ഹെപ്പാരിനാണ്. ഇനി 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ശ്രീമൻ നാരായണൻ. ഇനി തന്നിരിക്കുന്നവർ വ്യത്യസ്ത ആറ്റങ്ങൾ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡ്ഹീഷൻ ബലമാണ്. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള അഡ്ഹീഷൻ ബലമാണ് ഇത് അവരുടെ ബലം. നെക്സ്റ്റ് വൺ. ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്രയാണ് അല്ലേ? 11.2 km/s. നമുക്കൊക്കെ പണ്ട് മുതൽ പഠിക്കുന്നതാണ് ആൻസർ. 11.2 km/s ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം. നെക്സ്റ്റ് വൺ. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ചവണയാണ് അല്ലേ.
ചവണയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. മൂന്നാം വർഗ ഉദാഹരണം എന്താണ്? ചവണ. നെക്സ്റ്റ് വൺ, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏതാണ്? നാലാമത്തെ രാജ്യം ഏതാണ്? നാലാമത്തെ ചോദിച്ചേക്കുന്നത്. ആൻസർ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയാണ്. അല്ലേ, അങ്ങനെ ചോദിക്കും അല്ലേ. നെക്സ്റ്റ് വൺ, ഒരു ആംഫോട്ടറിക് ഓക്സൈഡ് ഉദാഹരണം. ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം എന്താണ്? ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ZnO. ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ZnO ആണ്, സിങ്ക് ഓക്സൈഡ്. നെക്സ്റ്റ്, കപട സംക്രമണ മൂലകം ഇവയിലേതാണ്? കപട സംക്രമണ മൂലകം എന്ന് പറയുമ്പോൾ ഇവിടെ മെർക്കുറിയാണ്. കപട സംക്രമണ മൂലകം മെർക്കുറി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കപട സംക്രമണ മൂലകം. ഇവിടെ ഗ്രാഫ് ഉണ്ടല്ലോ. നെക്സ്റ്റ് വൺ, PVയും അല്ലേ പിയുമുള്ള ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുക? ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏതാണ്? ബോയിൽ നിയമം അല്ലേ. ഇവിടെ PVയും P വരുന്നത് ബോയിൽ നിയമമാണ്. നെക്സ്റ്റ്, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നൊരു ലോഹം. ഒരു കഴിഞ്ഞ പ്രിലിംസിന് ഇതേമാതിരി ക്വസ്റ്റ്യൻ അല്ലേ, അൽനിക്കോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നൊരു ലോഹം ഏതാണ്? ഏത് ലോഹമാണ്? നിയോഡിമിയമാണ്. ഓക്കെ, നിയോഡിമിയം. നെക്സ്റ്റ്, അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇവിടെ കൊടുത്തില്ല. ഇതാണ് തെറ്റായ പ്രസ്താവന അല്ലേ. നമുക്ക് ബാക്കിയൊക്കെ നമുക്കറിയാം. സാഹചര്യ പരിപാലന സംഘം സ്ഥാപിച്ചു. ശ്രീപുരം പ്രജാസഭയിൽ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തു. നമുക്കറിയാം അയ്യങ്കാളിയെക്കുറിച്ച് അത്രയൊക്കെ അറിയാം. ഒരെണ്ണം കൂടി നോക്കാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ്? അറിയാം, അത് PT ഉഷ തന്നെയാണ് അല്ലേ. PT ഉഷ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ രക്തചംക്രമണമാണ് വില്യം ഹാർവേ. രക്തചംക്രമണം കണ്ടുപിടിച്ചതാരാണ്? വില്യം ഹാർവേ ചംക്രമണം. നെക്സ്റ്റ്, 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ മാത്രമാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ. നെക്സ്റ്റ്, മനുഷ്യശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്കയാണ് അല്ലേ. ഒരു ജോഡി വൃക്കകളാണത്, കിഡ്നി. ഒരു ജോഡി വൃക്കകൾ നമുക്കില്ല, അമരവത്തിൻ്റെ ആകൃതി ഒരു ജോഡി വൃക്കകളാണ് നമുക്കുള്ളത് അല്ലേ. അവിടുന്ന് അല്ലേ അറിയാം. അപ്പോൾ ഇത് അരിപ്പ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഈ വൃക്കയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? നെഫ്രോൺ എന്നാണ് പറയുക. വൃക്കകളുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് ഒരുപാട് നെഫ്രോണുകൾ കൂടിച്ചേർന്നാണെന്ന് ഓരോ വൃക്കയും. നെഫ്രോണുകൾ അതായത് കുറേ അധികം അല്ലേ. ഇപ്പോൾ ഇതുപോലൊരു സാധനം ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് പറയില്ലേ. ഇതിലേക്ക് ബ്ലഡ് വെസൽസ് വന്ന് അരിപ്പ് കയറുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ നാളി വന്നിട്ട് ഇതിങ്ങനെ കുറേ അധികം ഇവിടെയാണ് അരിപ്പ് നടക്കുക. അരിക്കൽ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ. ബൊമാൻസ് ക്യാപ്സൂളുണ്ട്, അവിടെ ഇങ്ങനെ അരിക്കൽ നടക്കുന്നുണ്ട്. അതുവഴി ഇങ്ങനെ ഭാഗ്യഭാഗം വെള്ളം വരുന്നുണ്ട്. ഒരു വലിയ കംപ്ലീറ്റ് ട്യൂബുകളുണ്ട് അല്ലേ. അവിടെയാണ് എന്ത് പറയുക. അത് കഴിഞ്ഞിട്ട് വാസോപ്രസിൻ്റെ ഫംഗ്ഷൻ ഒരു കാര്യം തന്നെ, ജലത്തിൻ്റെ പുനരാഗരണം അല്ലേ. ഇവിടെ വെച്ചാണ് എന്ത് നടക്കുക? ജലത്തിൻ്റെ പുനരാഗരണം. ഒരു വലിയ ട്യൂബുണ്ട് ഇവിടെ, പുനരാഗരണം നടക്കുന്ന ട്യൂബുണ്ട്. വാസോപ്രസിനാണ് അതിന് പ്രധാന പങ്ക് വഹിക്കുക. അപ്പോൾ ഇത് ബൊമാൻസ് ക്യാപ്സുലാണ് അല്ലേ. നെഫ്രോണിൻ്റെ ചെറിയൊരു ഘടനയാണ് വരച്ചേക്കുന്നത്. ബ്ലഡ് വെസൽസ് വരുന്നതാണ്, അതായത് ബ്ലഡ് വഴി യൂറിൻ ഇങ്ങനെ അതിനകത്തോടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വധിക്കുമ്പോൾ ഇവിടെ അരിപ്പ് ഭാഗം ഇവിടെയുണ്ട്. ബൊമാൻസ് ക്യാപ്സുൾ ഇത്രയും ഭാഗത്തിൻ്റെ ഇപ്പോൾ ബൊമാൻസ് ക്യാപ്സുൾ എന്നാണ് അല്ലേ. ബാക്കി ഭാഗം ഇത് പ്രോക്സിമൽ ട്യൂബുകൾ എന്ന് പറയും, ചെറുതാണ്. ഇത് കൺവല്യൂട്ടഡ് ട്യൂബുകൾ എന്ന് പറയും അല്ലേ. ഇവിടെ വെച്ചാണെന്ന് നടക്കുക ജലത്തിൻ്റെ പുനരാഗരണം നടക്കുക. നമുക്ക് എത്ര ബോഡിക്ക് ആവശ്യമുള്ള അത്രയും എന്ത് ചെയ്യും, അവർ വീണ്ടും പുനരാഗരണം ചെയ്യും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. ഓക്കെ, ഇനി ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയത്തിന് കാരണം പ്രവർത്തിക്കുന്ന ആസിഡ്, ദന്തക്ഷയം ഓർത്താൽ ലാക്റ്റിക് ആസിഡ് അല്ലേ. അത് നമുക്ക് ഓർക്കുകയാണെങ്കിൽ കുട്ടികളെ ഓർത്ത് നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ കുഞ്ഞു പിള്ളേർ പാൽ കുടിക്കുന്ന സമയത്ത് പാൽപ്പല്ലുകളല്ലേ ഏറ്റവും കൂടുതൽ ഈ ഫ്രണ്ട് വശം പൊഴിഞ്ഞ് കണ്ടിട്ടില്ലേ കേടുവരുമ്പോൾ, അത് ഓർത്താൽ മതി. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ദന്തക്ഷയത്തിന് കാരണമായി കാണുന്നത് ലാക്റ്റിക് ആസിഡ്. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം
ഏതാണ്? കണരോഗം അല്ലെങ്കിൽ എന്ത് പറയും? റിക്കറ്റ്സ്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നാണ് പറയുക. കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇല്ല, കൈയും കാലും ഇങ്ങനെ വളഞ്ഞു വരുന്ന അവസ്ഥ, അസ്ഥിക്ക് ബലമില്ലാത്ത അവസ്ഥയാണ്. ഇതിലെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ, വളഞ്ഞിരിക്കും. കൈയും കാലിനും ബലമില്ലാത്ത അവസ്ഥ, വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയും. ഇനി സ്കർവി എന്താ നമുക്കറിയാം, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഇല്ലേ. അനീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡിൻ്റെ കുറവുണ്ടാകുന്ന അസുഖമാണ്. കോയിട്ട് എന്ന് പറയുമ്പോൾ എന്താണത്? അയഡിൻ്റെ കുറവുണ്ടാകുന്ന അസുഖമാണ്. നെക്സ്റ്റ്, സങ്കരീന വിളകളെ സംബന്ധിച്ച് താഴെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 2 ജ്യോതിക സങ്കരീനം പയർവിത്ത് ഉദാഹരണമാണ്. 3 കിരൺ സങ്കരീനം വെണ്ടയാണ്. ജ്യോതിക പയർവിത്തും കിരൺ സങ്കരീനം വെണ്ടയുമാണ്. അടുത്തത്, ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അതായത് ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ഊർജ്ജം വരുന്നത് 14 തീയതിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്താണ്? അറിയാം, MS സ്വാമിനാഥൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? അറിയാം, കണ്ണൂരാണ്. ഇവിടെ താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? അല്ലേ, ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്ന ഏത് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ്. അല്ലേ, 1ഉം 2ഉമാണ്. ഇതൊരു CBSEയുടെ 6th സ്റ്റാൻഡേർഡിലെ ചോദ്യം. ലബോറട്ടറി തെർമോമീറ്റർ. ഒന്നാമത്തെ, ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവ് അതിനെ അടിസ്ഥാനപ്പെടുത്തുന്നു. പിന്നുള്ളത് ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്. ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവിനെയും വികസിക്കാനുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണം ഏതാണ്? പ്രകാശ പ്രകീർണനം ഏതാണ്? മഴവില്ല്. അല്ലേ, മഴവില്ല് സൂര്യാസ്തമയ സമയത്തും ഇല്ലേ, അല്ലെങ്കിൽ ഉദയാസ്തമയ സമയങ്ങളിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ആ സമയം, അല്ലെങ്കിൽ എന്താ പറയുക, അന്തരീക്ഷത്തിൽ ജലാംശമുള്ള സമയങ്ങൾ ഇല്ലേ, അതിൽ തട്ട് വിസരിച്ചിട്ടാണ് ഈ മഴവില്ലൊക്കെ ഇങ്ങനെ ഉണ്ടാകുക. മഴ കഴിഞ്ഞിരിക്കുന്ന ഭാഗസമയത്തും അവിടെ ഉണ്ടാകും. അതാണ് പ്രകാശ പ്രകീർണനം. പ്രകാശം ആ മഴത്തുള്ളിയിൽ അല്ലെങ്കിൽ ആ തുള്ളി തട്ടുമ്പോഴത്തേക്കിന് വിസരിച്ചു പോകുന്നു. അതാണ് പ്രകാശ പ്രകീർണനം. ഉദാഹരണം മഴവില്ല്. നെക്സ്റ്റ് വരുന്നത്, താഴെ പറഞ്ഞതിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനം എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഊഞ്ഞാലിൻ്റെ ചലനം. അല്ലേ, ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുമ്പോൾ ഇതിൽ ഇങ്ങനെ ആടുമ്പോൾ ഇത് അങ്ങോട്ടും അല്ലേ, സീസോ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ദോലന ചലനം. പമ്പരം കറങ്ങുന്ന അങ്ങനെയല്ല, മുതൊക്കെ പമ്പരം കറങ്ങുന്ന അങ്ങനെയല്ല. അല്ലേ, മാമ്പഴം താഴേക്ക വീഴുക. അല്ലേ, സൂര്യൻ്റെ ഗ്രഹണം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഊഞ്ഞാലിൻ്റെ ചലനം, നമുക്ക് ദോലന ചലനം നമുക്ക് ആടുന്നത് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ആൻസർ, സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. നെക്സ്റ്റ്, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ബാക്കി വരുന്നത് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകം എന്നുള്ള ശരിയായ പ്രസ്താവനയാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. നെക്സ്റ്റ്, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ്? 23 രസതന്ത്രമാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ്? ആൻസർ, ക്വാണ്ടം ഡോട്ട്സുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും. ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനത്തിനുമാണ് 23 രസതന്ത്രത്തിലുള്ള അവാർഡ്, നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇനി ഇന്ത്യയുടെ സൗരദൗത്യമായ ആദ്യത്തെ L1-23 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിലാദ്യത്തെ L1 എന്ന പേരുള്ള L1 എന്തിനെ സൂചിപ്പിക്കുന്നു? L1 എന്താണ്? ആദ്യത്തെ L1 എന്തിനെയാണ് സൂചിപ്പിക്കുക? സിമ്പിളായി പറഞ്ഞ് അങ്ങനെ പറയാം. എന്താണ്? ലഗ്രാൻജിയൻ പോയിൻറ്റ് 1. L1 മീൻസ് ലഗ്രാൻജിയൻ പോയിൻറ്റ് 1. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡ്രൈ ഡേ ആചരിക്കുന്നത് മൂലം നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. എന്താണത്? ഡെങ്കിപ്പനിയാണ്. ഡ്രൈ ഡേ ആചരിക്കുന്ന മൂലം ഇതാണ് ഡെങ്കിപ്പനി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അല്ലേ? അടുത്തത്, അനാഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അല്ലേ, ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ
അത് പരത്തുന്ന രോഗം ഏതാണ്? ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ എന്ന് പറയുമ്പോൾ എന്താണ്? മലമ്പനി അല്ലേ? മലമ്പനിയാണ് ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ പരത്തുന്ന രോഗം. ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ, മലമ്പനി. നെക്സ്റ്റ്, ഇത് മന്തിൻ്റെ ഏതാണത്? അതൊരു പെൺകൊതുക, ക്യൂലെക്സ് പെൺകൊതുക. മന്തെന്ന് പറയുമ്പോൾ അത് ക്യൂലെക്സ് പെൺകൊതുകാണ്. മലമ്പനിക്ക് അനാഫിലിസ് പെൺകൊതുകൾ, ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ. ഇതിങ്ങനെ പഠിച്ചങ്ങ് പോയി. ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ ആണ് മലമ്പനി. തുള്ളൽ പനി എന്നൊക്കെ പറയും. ഓക്കെ. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ആരാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ആരാണെന്ന് ചോദിച്ചാൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അല്ലേ? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് അതിൻ്റെ അല്ലേ. വിബ്രിയോ കോളറ നിങ്ങൾക്കറിയാം എന്താണ് കോളറ. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഹീമോഫീലിയ അല്ലേ. ഹീമോഫീലിയ നമ്മൾ കണ്ടു. ഹിമോഫീലിയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്, ഹിമോഫീലിയ അല്ലേ. ഇനി അതിൽ പ്രമേഹം, ഹൃദയാഘാതവും ആർത്രോസ്ക്ലെറോസിസ് എന്താണ്? നമ്മൾ ദിനചര്യ കൊണ്ടുണ്ടാകുന്ന ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് അല്ലേ. ഇനി ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന എന്നാണ്? നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? എന്ന് ചോദിച്ചാൽ നമുക്കെന്ന് പറയും? എംഫീസിമയും ഉണ്ട്, അതുപോലെ ബ്രോങ്കൈറ്റിസും ഉണ്ട്. എംഫീസിമയും ബ്രോങ്കൈറ്റിസും എന്താണ്? പുകവലി മൂലം ബാധിക്കുന്ന രോഗമാണ്. പുകവലി മൂലം ഈ എംഫീസിയം ബ്രോങ്കൈറ്റിസ് ഇല്ലേ, അതായത് ശ്വാസകോശത്തിൻ്റെ ബ്രോങ്കൈ ഭാഗമില്ലേ, ശ്വാസകോശത്തിൻ്റെ ബ്രോങ്കൈ അല്ലേ, മൂക്കിൽ നിന്ന് വരുന്ന ഭാഗമാകുമ്പോൾ ഇത് ബ്രോങ്കൈ. രണ്ട് ബ്രോങ്കൈകൾ, ഇത് രണ്ടും ബ്രോങ്കൈകൾ. തന്നെ ശ്വാസകോശം ഇതാണ് അല്ലേ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പ്ലൂറാസ്തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പ്ലൂറാസ്തരം. ഇത് ബ്രോങ്കസ് അല്ലേ. ഇത് ട്രക്കിയൊക്കെ വരുന്ന ഭാഗമാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മഴിച്ചിരിക്കും ഇത്രയും ഭാഗം. ട്രക്കി വരുന്ന ഭാഗം ഇത് ബ്രോങ്കസ് അല്ലേ. ഇവിടെ ബ്രോങ്കിയോളുകൾ ഇങ്ങനെ ഇത് സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെറിയ സംഭവമായിട്ടാണ് ഈ ലങ്സിലേക്ക് കാണപ്പെടുക. അപ്പം ബ്രോങ്കിയോൾസും ഉണ്ട്. അപ്പോൾ ബ്രോങ്കസിനെ ബാധിക്കുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് അല്ലേ. പുകവലി മൂലമാണ് എംഫീസിമയും ബ്രോങ്കൈറ്റിസും ഉണ്ടാകുക എന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? മാംസ്യം. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യ പോഷക ഘടകം എന്താണ്? മാംസ്യമാണ് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം. മാംസ്യമാണ്. കലകൾ ചേരുമ്പോഴാണെന്നുണ്ടാവുക കോശങ്ങൾ അല്ലേ. സെല്ലെന്ന് പറയുന്നതാണ് കല. ഈ കലകൾ ചേരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ് ടിഷ്യൂ അല്ലെങ്കിൽ കല. ഓക്കെ. സെല്ല് കോശമാണ്. ഓക്കെ. സെല്ലെന്ന് പറഞ്ഞ കോശമാണ്. കോശ സമൂഹമാണെന്ത്? ടിഷ്യൂ അല്ലേ കല. എനിക്ക് തെറ്റി ആദ്യം. സെല്ലെന്ന് പറഞ്ഞാൽ കോശമാണ്. ഓരോ കോശങ്ങളുടെ സമൂഹമാണെന്ത്? കലകൾ, ടിഷ്യൂ അല്ലേ. അപ്പോൾ ആവരണകല അങ്ങനെ പറയാറില്ലേ, അത് തന്നെ കോശ സമൂഹം. ആ സെല്ല് കൂടിച്ചേരുമ്പോഴാണ് കലകളുണ്ടാവുക, ടിഷ്യൂസ് ഉണ്ടാവുക. ശരീരയുടെ കലകളുടെ നിർമ്മാണത്തിന് അപ്പോൾ കോശങ്ങൾ ബിൽഡ് ചെയ്യാൻ അല്ലേ, അതിന് മാംസ്യം ആവശ്യമാണ്. പ്രോട്ടീൻസ് മാംസ്യം ആവശ്യമാണ്. അന്നജം എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും ഊർജ്ജം കൊടുക്കുന്നവരാണ് അന്നജം അല്ലേ. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം അല്ലേ. എപ്പോഴും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്. ആൻസർ നമുക്ക് എന്തറിയാം? വിറ്റമിൻ എയുടെ അപര്യാപ്തതയാണ് നിശാന്തത രോഗത്തിന് കാരണം. വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ അത് സ്കർവി. വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അത് കണാൽ റിക്കറ്റ്സ് രോഗം. വിറ്റമിൻ കെ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും. നെക്സ്റ്റ്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വയോ അമൃതമാണ്. നെക്സ്റ്റ്, HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ സ്നേഹപൂർവ്വമാണ്. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഇവിടെ പറഞ്ഞേക്കാം നമുക്ക് ഇടുക്കി ജില്ലയാണ്. കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ല, കരോവ മണ്ണ് അല്ലേ. കുങ്കുമപ്പൂ കൃഷി ഇടുക്കി ജില്ല. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈലി എന്നാണ്.
ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ ശൈലി എന്നാണ്. ജീവിതശൈലി. നെക്സ്റ്റ്, കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3. അതായത് കാറ്റലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ ആണ് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയത്. കാറ്റലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ. നെക്സ്റ്റ്, 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നെതർലാൻഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ആൻ ഫ്രാങ്ക്. നെക്സ്റ്റ് വൺ, ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാവാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ആരാണ്? ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാവാൻ താഴെ പറയുന്നവയിൽ ആരാണുള്ളത്? കഴുകൻ, മാൻ, പുല്ല്, പാമ്പ് അല്ലേ? ആൻസർ നമുക്കറിയാം, പുല്ലാണ് അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, ഈ 3 മെയിൻ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ ആരാണോ ആഹാരം പാചകം ചെയ്യുക അല്ലെങ്കിൽ പാകപ്പെടുത്തുക അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ഉൽപ്പാദകർ. എനർജി ആരാണോ ഉൽപ്പാദിപ്പിക്കുക അവരാണ് ഉൽപ്പാദകർ. അപ്പോൾ ഇവിടെ ഹരിതസസ്യങ്ങളാണ് എന്ത് ചെയ്യുക? ഉൽപ്പാദിപ്പിക്കുക അല്ലേ? പച്ചനിറമുള്ള ഹരിതകം ഉപയോഗിച്ചിട്ട് പ്രകാശസംശ്ലേഷണം വഴിയാണ് അവർ ഊർജം മീൻസ് ആഹാരം ഉൽപ്പാദിപ്പിക്കുക. അതാണ് ഉൽപ്പാദകർ എന്ന് പറയും അല്ലേ? അവരെ കഴിക്കുന്ന ആരൊക്കെയാണോ അവരൊക്കെ എന്താണ്? ഉപഭോക്താക്കളാണ്. അവരെ കഴിക്കുന്നവരൊക്കെ എന്താണ്? ഉപഭോക്താക്കളായിട്ടാണ് വരിക. പ്രാഥമികവും ഉണ്ടത്, ദ്വിതീയം, തൃതീയം അല്ലേ? പ്രാഥമികം എന്ന് പറയുമ്പോൾ നേരിട്ട് ഉൽപ്പാദകരെ നേരിട്ട് സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്നവരെല്ലാം പ്രാഥമികം എന്ന് പറയും. ആ പ്രാഥമികത്തിനെ കഴിക്കുന്നവരെന്താണ്? സെക്കൻഡറി, ദ്വിതീയമായിട്ടും വരും അല്ലേ? അതിനെ കഴിക്കുന്നവരും ഉണ്ട് വേറെ. പിന്നെ എല്ലാം ഉപഭോക്താക്കൾ കഴിയുമ്പോൾ എന്താ പറയുക? അത് വിഘാടകരായിട്ടും അത് വിഘടിക്കുന്നവർ സസ്യങ്ങളും ഉൽപ്പാദകർ മുതൽ എല്ലാം ഉണ്ട്. അവരെയൊക്കെ ഈ ഫംഗസുകളും ബാക്ടീരിയയും ഒക്കെ എന്ത് വരുന്നുണ്ട്? വിഘാടകരാണ്. അപ്പോൾ അവരെയൊക്കെ വിഘടിപ്പിക്കാൻ മണ്ണിലേക്ക് ലയിപ്പിക്കാൻ കഴിവുള്ളവരെല്ലാം എന്താണ്? വിഘാടകരാണ്. ഓക്കെ. വൈറസുകളും അതായത് ഫംഗസ്, ബാക്ടീരിയയും ഒക്കെ എന്താണ്? വിഘാടക അതിലേക്ക് വരുന്നവരാണ്. ഇവിടെ നമുക്ക് ആൻസർ പുല്ലാണല്ലേ? ഇവിടെ പിന്നെ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക? സസ്യഭുക്കുകളൊന്നും ഇല്ല, അങ്ങനെ വർഗ്ഗം വരുന്നുണ്ട്. ഒരു കാറ്റഗറി ഉണ്ട്, സസ്യഭുക്ക്, മാംസഭുക്ക്, മിശ്രഭുക്ക്. രണ്ടിനെയും സസ്യങ്ങളെയും മാംസ്യവും കഴിക്കുന്നവരെന്താണ്? മിശ്രഭുക്ക് അല്ലേ? സസ്യങ്ങളെ മാത്രം കഴിക്കുന്നവർ സസ്യഭുക്ക് എന്ന് പറയും. മാംസഭുക്ക് എന്ന് പറയുമ്പോൾ മാംസ്യം കഴിക്കുന്ന ആഹാരമാക്കുന്നു അല്ലേ? അപ്പോൾ മാൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം? എപ്പോഴും സസ്യഭുക്കാണ് അല്ലേ? പ്രാഥമികം വരും. ഇവിടെ ഒന്നാമത്തെ ഫസ്റ്റ് കണ്ണിയാവുന്നില്ലേ? ആദ്യം ഉൽപ്പാദകർ വരുന്നതാണ്, അത് പുല്ലാണ്. ഓക്കെ. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര കാർഷിക വിള സങ്കരമാണ് തെങ്ങാണ്. ചന്ദ്രശങ്കര തെങ്ങാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഓക്കെ. ചെറുകുടലിൽ കാണപ്പെടുന്ന ഇവിടെ ചെറുകുടലിൻ്റെ അല്ലേ അതിൽ വരുന്നൊരു പ്രത്യേക ഒരു സാധനം എന്തായിരുന്നു? നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനം വില്ലസ് എന്ന് പറയും അല്ലേ? അതായത് കഴിക്കുന്ന ആഹാരങ്ങൾ പോഷകങ്ങളാക്കി അല്ലേ ആഗിരണം ചെയ്യപ്പെടുന്നത് എന്താണ്? വില്ലസുകൾ വഴിയാണ്. ചെറുകുടലിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടുന്ന ആരാണ്? വില്ലസുകളാണ്. അപ്പം ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ കാണപ്പെടുന്ന ഫിംഗർ പോലുള്ള അല്ലേ വിരലാകുന്ന സംഭവമാണെന്ന് വില്ലസുകൾ. അതുവഴിയാണ് നമ്മൾ കഴിച്ച ആഹാരം ഈ ചെറുകുടലിൽ വെച്ച ആഹാരം പൂർണ്ണമായി ദഹിക്കുന്നു അല്ലേ? ദഹിച്ചു കഴിഞ്ഞ് പോഷകങ്ങളായി മൈന്യൂട്ട് പോഷകം, അതായത് ഏറ്റവും ചെറിയ പോഷകങ്ങൾ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യാൻ തക്കവണ്ണമുള്ള പോഷകങ്ങളായി മാറുന്നുണ്ട്. അപ്പോൾ അതുവഴി വില്ലസുകളിലുള്ള ബ്ലഡിലേക്കാണിത് ആഗിരണം ചെയ്യപ്പെടുക. അങ്ങനെയാണിത് പോകും, മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പോകും. അപ്പം ചെറുകുടൽ ഓർക്കേണ്ട സാധനം വില്ലസുകളാണ്, ഓർത്തിരുന്നാൽ മതി കേട്ടോ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. നെക്സ്റ്റ്, വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവുണ്ടാകുന്നതാണ്? വായ്പുണ്ണെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഏതാണ്? ജീവകം ബി അല്ലേ? ജീവകം ബിയുടെ കുറവുകൊണ്ടാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, താഴെ പറഞ്ഞതിൽ ശരിയായ ജോഡി ഏതെല്ലാം? ഓപ്ഷൻ ബി രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ ശരി. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 2 എന്ന് പറയുന്നത് ദേശീയ പാർക്ക് സൈലൻറ്റ് വാലി. ഓർത്ത് സൈലൻറ്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ അല്ലേ? ഇപ്പോൾ ഡിപ്ലാവുടെ സാന്നിധ്യമുണ്ട്. സിംഹവാലം കുരങ്ങാണ് സൈലൻറ്റ് വാലി ഉള്ളത്.
ശാന്തി സ്വരൂപ് ഭട്ടങ്കർ അവാർഡ് താഴെ പറഞ്ഞതിൽ ഏത് മേഖലയുള്ള വ്യക്തികൾക്കാണ് കൊടുക്കുക? ഏത് മേഖലയാണ്? ശാസ്ത്രജ്ഞർ അല്ലേ, സയൻറ്റിസ്റ്റുകൾക്കാണ് ശാന്തി സ്വരൂപ് ഭട്ടങ്കർ അവാർഡ് കൊടുക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏത്? ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാം? 1ഉം 4ഉമാണ് ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ. ഒന്നാമത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, പിന്നെ pH മൂല്യം 7 കുറവാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, pH മൂല്യം 7 കുറവാണെന്നുള്ളതാണ് ആസിഡിൻ്റെ പൊതു സ്വഭാവം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, pH മൂല്യം 7 കുറവാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, 2 സമുദ്ര ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ നോക്കാം. 5 എണ്ണം. ഓപ്ഷൻ സി ആൻസർ. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം. സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം. ആൻസർ എന്താണ്? ആസാമാണ്. ആസാമാണ് ഫസ്റ്റ്. നെക്സ്റ്റ്, ധോരണ ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് പെടാത്തത്. അതായത് ഭാല ദളങ്ങളുടെ ചലനവും അതുപോലെ സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം അല്ലേ. ഭാല ദളങ്ങൾ നമുക്കറിയാം, ഇങ്ങനെ ഫാനിലില്ലേ, അപ്പോൾ അതിങ്ങനെ റൗണ്ട് കറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ദോലനമല്ലെന്ന് നമുക്കറിയാം അല്ലേ. ഇങ്ങനെയുള്ള ആട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമാണ് ദോലനം എന്ന് ഉദ്ദേശിക്കുക അല്ലേ, വായിക്കുമ്പോൾ അറിയാം. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ എന്ന മൂലകം കണ്ട ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ എന്ന മൂലകം എന്ന് പറയുമ്പോൾ അത് ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആളാരാണ്? യുജിൻ സർണർ. ഓപ്ഷൻ ഡി യുജിൻ സർണർ. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? വൈറസ് അല്ലേ. ജലദോഷം ഒരാൾക്ക് മൂക്കൊലിച്ച് തുടങ്ങി ബാക്കി അടുത്തിരിക്കുന്നവർക്കെല്ലാം പിടിക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ വൈറസ് എന്ന് ഓർക്കാം നമുക്ക്. നെക്സ്റ്റ്, ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുക? ഡെങ്കിപ്പനിയുടെ കൊതുക് ആരാണ്? ഏഡീസ് കൊതുക് അല്ലേ. ഏഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനിയുടെ കൊതുക്. ഏഡീസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് അതാണ്. വൈറസ് എന്ന് പറയുന്നത് HIV അല്ലേ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. എയ്ഡ്സിൻ്റെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. സാൽമണല്ലയൊക്കെ എന്ന ഭക്ഷ്യവിഷബാധയ്ക്കകത്ത് വരുന്നതാണ് സാൽമണല്ലയൊക്കെ വരിക. നെക്സ്റ്റ്, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക്, ബ്ലഡ് പ്രഷർ അല്ലേ, BP നിരക്ക് എത്രയാണ്? അഭിലഷണീയമായത്, നോർമലായത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 120/80 mmHg ആണ് അഭിലഷണീയമായ നമ്മുടെ രക്തസമ്മർദ്ദ നിരക്ക്, മീൻസ് ബ്ലഡ് പ്രഷർ, BP. മനുഷ്യരിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നില്ല? അപ്പോൾ എണ്ണി നോക്കാൻ ഒക്കും ചോദിക്കും. എത്ര അസ്ഥിയുണ്ട്? 206 അസ്ഥികളാണ് ഉള്ളത്. മെയിൻലി 206 അസ്ഥികളാണ് ഉള്ളത് അല്ലേ. കുട്ടികളിൽ അത് ഡിഫറൻ്റ് ആണ്, അത് കൂടുതലുണ്ട്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം, കൊടുക്കുന്ന ഘടകം അതാണ് ഇനാമൽ അല്ലേ. പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഇനാമൽ വെളുപ്പ് നിറം കൊടുക്കുന്നത്. ഒരു മുതിർന്ന പൗരൻ്റെ ഹൃദയം 1 മിനിറ്റിൽ എത്ര തവണ സ്പന്ദിക്കും? അറിയാം അല്ലേ, 72. നെക്സ്റ്റ് വരുന്നത്, പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ്? ഉണ്ടോ? ബ്രോങ്കൈറ്റിസ്. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ടൈഫോയിഡ് അല്ലേ. പൊണ്ണത്തടിയും ഹൃദ്രോഗവും പ്രമേഹവുമൊക്കെ ജീവിതശൈലി രോഗം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര്, സമ്പൂർണ്ണ അവയവദാന പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണത്? മൃതസഞ്ജീവിനി അല്ലേ, മോഹൻലാൽ, മൃതസഞ്ജീവിനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ഏത് ജീവി? ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ വയനാടാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയം കൃഷി ചെയ്യുന്ന രീതി, കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഹോർട്ടിക്കൾച്ചർ. പവിത്ര, അന്നപൂർണ്ണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തനങ്ങളാണ്? വിത്തനം നെല്ലാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതു വിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ഓക്കെ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഐ സീ യു നെക്സ്റ്റ് അഗെയിൻ. ഓക്കെ.